സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. കൊളംബിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കെ ഒരാൾ കൊല്ലപ്പെട്ടു. ബോഗോട്ട. കൊളംബിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കെ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് കാലിയിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ പോൾ രണ്ടാമൻ ദേവാലയത്തിൽ ഇറാസ്മോ ട്രൂജില്ലോ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സമീപത്തുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ട്രൂജില്ലോ മോപ്പന്റെ ദാരുണ അന്ത്യത്തിൽ പ്രാദേശിക ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൂയിസ് ഫെർണാണ്ടോ റോഡ്രിഗസ് ദുഃഖം പ്രകടിപ്പിച്ചു. പുണ്യസ്ഥലങ്ങൾക്കു നേരെ നടക്കുന്ന ആക്രമണം സമൂഹത്തിൽ ഭയവും നിരാശയും ഉളവാക്കുന്നതായും പവിത്രമായ മനുഷ്യജീവന് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും ശക്തമായി നിരാകരിക്കുകയാണെന്നും പറഞ്ഞു. യേശുവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ പരിശുദ്ധമായ ദേവാലയത്തിനുള്ളിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഇത് കൂടുതൽ ഗൗരവമുള്ളതാകുമെന്നും, കാരണം ഒരു വ്യക്തിയുടെ ജീവൻ മാത്രമല്ല സമാധാനവും അപഹരിക്കപ്പെടുന്നുവെന്നും അത്യന്തം അപലപനീയമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കൊലപാതകം നടത്തിയവരുടെ മാനസാന്തരത്തിനും നീതിക്ക് കീഴടങ്ങാനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ ദേവാലയത്തിൽ പരിഹാര പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 19 വെള്ളിയാഴ്ച നടക്കുന്ന പരിഹാര പ്രാർത്ഥനാ ദിനത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തു. വിശുദ്ധ കുർബാനയും ജാഗരണ പ്രാർത്ഥനയും നടക്കും. ശുശ്രൂഷകളുടെ ഭാഗമായി തെരുവ് ചുറ്റിയുള്ള പ്രാർത്ഥനയും ഒരുക്കുന്നുണ്ട്. ദേവാലയം അതുവരെ അടച്ചിട്ടിരിക്കുകയാണ്. കാലിയിലെ പ്രദേശങ്ങളിൽ ആക്രമണം വർദ്ധിച്ചതിനെ തുടർന്ന് ജൂൺ 2 ആർച്ച് ബിഷപ്പ് നഗരത്തിൽ സമാധാനം സംജാതമാകുന്നതിന് വിശുദ്ധ കുർബാനയിൽ സമർപ്പണ പ്രാർത്ഥന നടത്തിയിരുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.